പിന്നിപ്പോ പഴയ പോലെ അല്ല, ഡ്രാമാറ്റിക് അല്ല, എല്ലാരും കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സിനിമ ഫീൽ തന്നെയാണ് ഇപ്പൊ സീരിയല്. ചില വാക്കുകളൊക്കെ വരുമ്പോ ഞാൻ ഭയങ്കര വിചർമ്മിച്ച വാക്കുകളൊക്കെയാണല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് തരാവോ? ഞാൻ പലവട്ടം ഞാൻ തലറങ്ങി വീണിട്ടുണ്ട് സൂര്യ TV സെറ്റില്. എനിക്ക് ഞാൻ കൂടുതലും ബലം പിടിച്ച് ദേഷ്യം കാണിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് തല ചുറ്റിയിട്ട് ഞാൻ അപ്പൊ ഓക്കെ, ഞാൻ ഓക്കെയാണ്. ആരുടെ കൂടെയാ വിനീത്? ഏത് വിനീതാ? ആക്ടർ വിനീത് ആൻസർ. അപ്പോഴും എനിക്ക് ക്ലിക്കാവുന്നില്ല. വിനീത് ശ്രീനിവാസൻ, നമുക്ക് അതൊക്കെ തലക്കാത്ത തന്നെ ഇരിക്കുന്നു. ഞാൻ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഏതാ വിനീത്. മലയാള ചൂടിയ മലയോര പാട്ട്. മഞ്ഞില്ലല്ലേ, പ്ലാസ്റ്റിക് ആണോ? മണത്തോക്കെ നമസ്കാരം. ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഇന്ന് എന്റെ കൂടെ അതിഥിയായിട്ടുള്ളത് സോന ഫിലിപ്പാണ്. സോന നമസ്കാരം. നമസ്കാരം. ഞാൻ ഇൻട്രോ പറയാത്ത എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നല്ല സുഹൃത്തുക്കളാണ്, കുറെ വർഷമായിട്ട് കാണുന്നതാണ്. അപ്പൊ സോന എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നില്ല. ഓണം സ്പെഷ്യൽ എപ്പിസോഡാണെന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഓണത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങാം അല്ലെ? ഓണം എന്ന് പറയുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? പണ്ട് നമ്മുടെ സ്കൂൾ കാലഘട്ടമൊക്കെ ഉണ്ടാവല്ലോ, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഓണം എന്ന് പറയുമ്പോ നമുക്ക് അല്ലെങ്കിൽ വെക്കേഷൻ ഉണ്ടാവുന്ന സമയമാണ്, അങ്ങനെയാണല്ലോ. ഓണം എന്ന് പറയുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? എനിക്കങ്ങനെ ഓണമായിട്ട് വീട്ടിലങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് അത്തക്കൾ ഇടണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലായിടത്തും പോയിട്ട് ചെടികളൊക്കെ പറിച്ച്, എല്ലാവരുടെയും വീട്ടിൽ നിന്നായിരിക്കും പൂവൊക്കെ പറിക്കുന്നത്, വീട്ടിൽ നിന്ന് മേടിച്ചു തരില്ല. ഇടയ്ക്ക് എന്റെ വാശി കാരണം അച്ഛനിടക്ക് എന്തേലൊക്കെ തന്നിട്ട് പോയി ഞാൻ മേടിക്കും, അതല്ലാതെ കിട്ടില്ല. പിന്നെ മറ്റേ നമ്മള് ഉപ്പ് കല്ലില് കളർ മിക്സ് ചെയ്ത് ചെയ്യില്ലേ, അതൊക്കെയായിരുന്നു എനിക്കുണ്ടായ സംഭവങ്ങളൊക്കെ. പിന്നെ സ്കൂളിൽ വെക്കേഷൻ കിട്ടും, വീട്ടിൽ ഇരിക്കാം, ആ ഒരു സംഭവമൊക്കെ. എനിക്ക് തോന്നുന്നു ഈ പൂക്കളം എന്ന് പറയണേക്കാളും കൂടെ വെക്കേഷൻ കിട്ടണായിരിക്കില്ല. മെയിൻ അതായിരുന്നു, വെക്കേഷൻ ആയിരുന്നു മെയിൻ. കാരണം എപ്പോഴും ക്ലാസ്സിൽ പോയിട്ടിരിക്കുക, മിസ്സിന്റെ വഴക്ക് കേൾക്കുക, ഇല്ലാത്ത കുറ്റങ്ങൾ മൊത്തം കേട്ട്, അതായിരുന്നു എനിക്ക് സ്ഥിരം. പിന്നെ എങ്ങനെയാലും ഒന്ന് വെക്കേഷൻ കിട്ടിയിട്ട് വീട്ടിൽ നിൽക്കാം, വീട്ടുകാരുടെ കൂടെ കസിൻസിന്റെ വീട്ടിൽ പോവുക, അതൊക്കെ ആയിരുന്നു പണ്ടൊക്കെ. ഒരുപാട് ചെറുതിലെ ഇങ്ങനെ അന്ധകാരനഴി അവിടെ കസിൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയുടെ കസിൻസിന്റെ വീട്ടിൽ ഇങ്ങനെ എല്ലാരും കൂടി ബസ് കയറി ഓടി നടക്കുക, അങ്ങനെയൊക്കെ പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ നമുക്ക് പായസം കിട്ടുമല്ലോ വീട്ടിൽ. എനിക്ക് സത്യം പറഞ്ഞ ഓണമായിട്ട് ഒരു എന്താ പറയാ, ഓണം ക്രിസ്മസ് അങ്ങനെ ഒരു ആഘോഷം എന്റെ വീട്ടുകാർക്ക് ഇല്ല. കാരണം കുറച്ച് വ്യത്യാസമാണ് എന്റെ ഫാമിലി രീതികളെല്ലാം. അപ്പോ എല്ലാം ഞാൻ ഫ്രണ്ട്സിന്റെ വീട്ടിൽ അല്ലെങ്കിൽ കസിൻസ് പായസം ഉണ്ടാക്കി തരും. ഞാൻ പിന്നെ എന്റെ ഒരു നിർബന്ധം കാരണം പായസമെങ്കിലും അമ്മ ഉണ്ടാക്കി തരും ഇടയ്ക്ക്. എന്നാലും ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന ആ ഒരു ശർക്കര പായസം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കസിൻ ചേച്ചിയുടെ വീട് സ്മിത എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ അടുത്തുനിന്ന് കിട്ടും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓണത്തിന് എനിക്ക് പായസം വേണം. സദ്യ ഉണ്ടല്ലോ, അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു, എന്താ പറയാ ഓണസദ്യയിൽ ഏതാ ഇഷ്ടം എന്നൊക്കെ ചോദിക്കാൻ നിൽക്കായിരുന്നു. അങ്ങനെ ചോദിച്ചാ ഞാൻ അതിൽ നിന്ന് മറ്റേ ആ ഒരു എന്ത് സാധനം, ഒരു കട്ട പോലത്തെ സാധനം ഇല്ലേ, ശർക്കര, അതിഷ്ടാണ്. പഴവും പായസവും. ചോറ് കഴിച്ചാലും സാമ്പാറേ കൂട്ടത്തുള്ളൂ, അതിലുള്ള ബാക്കി കറികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കഴിക്കാൻ തോന്നണം. ഞാൻ ഭയങ്കര ചൂസ് ചെയ്യാ ഫുഡില്. അതുകൊണ്ട് കാണുമ്പോ ഇച്ചിരി തിന്ന് നോക്കും. അച്ചാർ ഇഷ്ടമാണ്, അതൊക്കെ എല്ലാം ഇച്ചിരി കഴിക്കും. ബാക്കിയെല്ലാം ഞാൻ എല്ലാം ആർക്കെല്ലാം ഇട്ട് കൊടുക്കും, അല്ലെ ഞാൻ തൊടത്തില്ല, പറയും ഇടണ്ടെന്ന് പറയും. അപ്പൊ ചിലര് പറയും ഒരു ഭംഗിക്ക് ഇടണല്ലേ, ഇടട്ടെ എന്ന് പറയും. അങ്ങനെ ഇടുമ്പോ ജസ്റ്റ് കഴിക്കും. എനിക്ക് അത്ര വലിയ താല്പര്യം. നോൺ വെജ് കൂടുതൽ താല്പര്യം അതായിരിക്കും. അച്ഛൻ ഫിഷർമാനാ, അപ്പൊ എനിക്ക് മീനിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പൊ ഇനി നോൺ വെജ് സദ്യ ഉണ്ടാക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു കണ്ണൂർ സൈഡിലൊക്കെ നോൺ വെജ് സദ്യ ഉണ്ടോ? സീരിയസ്ലി അവിടെ പോയിട്ട് സദ്യ കഴിക്കാന്ന് വിചാരിക്കണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ കുറെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ലൊക്കേഷനിൽ ഒരു ഓണം അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടോ? ലൊക്കേഷനിൽ എനിക്ക് അങ്ങനെ ഓണം ഉണ്ടായിട്ടില്ല. ഒരു വട്ടം എന്തോ വിഷു ഉണ്ടായിട്ടുണ്ട്. അന്ന് സ്നേഹക്കൂട്ട് സെറ്റിലായിരുന്നു. സ്നേഹക്കൂട്ടാണോ? അല്ല കളിവീട് സെറ്റാണോന്ന് തോന്നുന്നു. അല്ലല്ലോ, എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. ഏതൊരു സെറ്റില് വിഷുവിന്റെ ഇത് സദ്യ പോലെ കഴിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു സ്ഥലത്തും ഞാൻ ഒരു ആഘോഷം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ കണ്ടപ്പോ തന്നെ നല്ല അത്യാവശ്യം നന്നായി ഒരുങ്ങ ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഓണം എന്ന് പറയുമ്പോഴേ നമുക്ക് എപ്പോഴും ഓണക്കോടി എന്നൊക്കെയാണ് പറയാം, അല്ലെങ്കിൽ ഓണപ്പൂക്കളം, ഓണക്കോടി, അല്ലെങ്കിൽ ഓണസദ്യ എന്നാണ് എപ്പോഴും പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓണക്കോടി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഒരു സെലിബ്രേഷൻ കോളേജിലും സ്കൂളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു ഓർമ്മ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടം. സാരി പ്രാന്താ സത്യം പറഞ്ഞ. ചെറുതിലെ മുതലേ സാരി ഉടുക്കണം. പക്ഷെ എന്റെ ചേട്ടനും ഒക്കെ പറയും, പിന്നെ നീ എന്താ തള്ളയാണോ, നീ അത്ര പ്രായമുണ്ടോ സാരി ഉടുക്കാൻ?
എനിക്കിഷ്ടാ സാരി ഉടുക്കാൻ. ചില സമയത്ത് സമ്മതിക്കില്ല. 10th ആയപ്പോഴാണ് ആദ്യമായിട്ട് എനിക്കൊന്ന് ഞാൻ സ്കൂളിൽ സാരി ഉടുത്തോണ്ട് പോകുന്നത്. കുഞ്ഞിൽ ഉടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ആ ഫോട്ടോ എന്റെ ഒരു വട്ടം ഇൻസ്റ്റയിൽ ഇട്ടായിരുന്നു. നവും പണ്ടത്തെയും കൂടെ ഉള്ളിട്ടപ്പോ അന്ന് ഞാൻ സാരി ഉടുത്തിട്ടുണ്ട്. സാരി എന്ന് വെച്ചാൽ ക്രേസ്. അപ്പൊ ഓണത്തിന് ഞാൻ സ്കൂളിൽ മറ്റേ തിരുവാതിര ഡാൻസ് കളിക്കാനും അങ്ങനെ ഉടുത്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടം. അത് ഒരു വട്ടം 10th ഉടുത്തിട്ട് ഞാൻ മുടിയൊക്കെ അന്ന് എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു. കിട്ടപ്പോ മലർ മിസിന്റെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടി. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം. അന്ന് ഞാൻ കൊടുത്തു. പിന്നെ +1 +2 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഓർമ്മകള്. അപ്പൊ ഇപ്പൊ പറഞ്ഞാൽ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ ഞാൻ കുറച്ച് ഷോർട്സ് കണ്ടായിട്ടുണ്ടായിരുന്നു. പ്രണയവിലാസത്തിലാണ് ഇപ്പൊ സീരിയലാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ടിവിയിൽ അതിന്റെ പ്രൊമോ വരുമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, സോനനെ കാണും. സോനനെ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു 10-20 പ്രാവശ്യം കാണുന്നുണ്ടോ നമ്മൾ ടിവിയിൽ ഈ പ്രൊമോ കാണിക്കും. അപ്പൊ ഞാൻ പറയാൻ നിൽക്കായിരുന്നു. അപ്പൊ എന്തൊക്കെയുണ്ട് പ്രണയവിലാസത്തിന്റെ ഒക്കെ വിശേഷം? അടുത്ത വിശേഷം അടിപൊളിയാണ്. കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ പോകുന്നു. പിന്നെന്താ പറയാ, കുറച്ച് ടാസ്ക് ആണ്. ഞാനിപ്പോ എല്ലാത്തിലും പറയുന്നുണ്ട്, മീഡിയ ആരോ എന്ന് ചോദിച്ചാലും ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കാരണം നായികയായി കഴിയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഞാൻ ഇപ്പൊ അതിലേക്ക് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ബാക്കി സീരിയലിലൊക്കെ ഒന്നും നായികയല്ല, ക്യാരക്ടർ റോളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇതില് ഞങ്ങൾ 2 നായികയുണ്ട്, അതിലൊരാളാണ്. അപ്പോഴും അതിന്റെ ഒരു ബുദ്ധിമുട്ടും അതിന്റെ കഷ്ടപ്പാടും എല്ലാം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. കാരണം അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. എന്താ പറയാ, എനിക്ക് ആക്ടിങ് സീൻസ് ആണെങ്കിലും കൂടുതലും എക്സ്പ്രഷൻ ഇമോഷൻസ്. എനിക്ക് അധികം ഡയലോഗ്സ് വരാറില്ല, എല്ലാം ഫേസ് എക്സ്പ്രഷൻസാ വരുന്നത്. അപ്പൊ അത് തന്നെ എനിക്ക് കുറച്ച് ടാസ്കാ. കരയാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാ കരയുന്നത്. കാരണം നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ എനിക്ക് ആ ഒരു ഇതിലേക്ക് വരില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് റോമയൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പാട്ടൊക്കെ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ ആ ടൈമില് എനിക്ക് ചെറിയ കാര്യം മതി ഹേർട്ടാ, ഭയങ്കര സെൻസിറ്റീവാ. അപ്പൊ കൂട്ടത്തിലുള്ള ആരാണെങ്കിലും ജസ്റ്റ് ഒന്ന് മുഖം മാറിയാലും ചെറുതായിട്ട് എനിക്ക് അവോയ്ഡ് ചെയ്യണ പോലെ ഫീൽ ചെയ്ത അപ്പൊ എനിക്ക് മനസ്സ് ഹേർട്ടാവും. അതെങ്ങനെ കൊള്ളണമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഹേർട്ടാവും. പിന്നെ അത് തന്നെ ആലോചിച്ച് കൂട്ടി ഞാൻ, എന്നിട്ട് ഞാൻ ഇരുന്ന് കരയും. അങ്ങനെ ചില സമയത്ത് ഗ്ലിസറിൻ യൂസ് ചെയ്യാണ്ട് കരയാൻ പറ്റുന്നുണ്ട്. അതായത് സിറ്റുവേഷൻ ആലോചിച്ച് ചില സമയത്ത് സാറ് വഴക്ക് അങ്ങനെ ഉദ്ദേശിച്ച് പറയണേ ആയിരിക്കില്ല. ആ സമയത്ത് നമ്മൾ മര്യാദ ചെയ്യാൻ വേണ്ടി ആയിരിക്കും. പക്ഷെ അതുപോലെ എനിക്ക് ആൾക്കാരുടെ ഇടയിട്ട് എന്റെ അടുത്ത് ഒച്ച ഉണ്ടാക്കണതും ദേഷ്യപ്പെടണമെന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തിരിച്ച് ബഹളം ഉണ്ടാക്കും. അതാണ് എന്റെ ഒരു നേച്ചർ. അത് എനിക്ക് ആരുടെ മുമ്പ് വെച്ച് എന്നെ ഇതാക്കുന്ന ഇൻസൾട്ട് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് അവര് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്റെ അടുത്ത് പറഞ്ഞു തരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഓക്വേർഡ് ഫീലും ഗിൽറ്റി ഒക്കെ ഫീൽ ചെയ്യും. എന്റെ അടുത്ത് മാറിയിട്ട് എന്റെ അടുത്ത് ഇങ്ങനെയാണ് അങ്ങനെയാണ് സോന എന്ന് പറഞ്ഞു തന്നാൽ ഞാൻ കേൾക്കും. ഞാൻ അതനുസരിച്ച് നിൽക്കാൻ ശ്രമിക്കും. ഇത് കൂട്ടത്തിട്ട് ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ഒച്ച ഉണ്ടാക്കണേ ആയിരിക്കില്ല, പക്ഷെ എന്റെ റിയാക്ഷൻ ഞാൻ ഒച്ച ഉണ്ടാക്കി പോകും. അല്ലെങ്കിൽ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു പോകും. ചിലപ്പോ അത് പറഞ്ഞ അടുത്ത സെക്കൻഡ് എനിക്ക് സങ്കടവും, അയ്യോ വേണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിനെയും അഭിനയിക്കുന്നതിനെയും ചിലപ്പോ അത് ബാധിക്കുമായിരിക്കും. അങ്ങനെ സത്യമായിട്ടും എനിക്ക് കംഫോർട്ട് അല്ല, അല്ലെങ്കിൽ അവിടെ എന്തേലും ചെറിയൊരു ഇറിറ്റേഷൻ വന്നതിന് എനിക്ക് അഭിനയിക്കാൻ പറ്റൂല. ഞാൻ ഫുൾ അതിൽ തന്നെ ആയിരിക്കും. എന്ത് ഡയലോഗ് പറഞ്ഞാലും സിറ്റുവേഷൻ പറഞ്ഞാലും എന്റെ മൈൻഡിൽ അതായിരിക്കും. ഇത്രയും പേരുടെ മുമ്പ് വെച്ച് എന്റെ ഒച്ച ഉണ്ടാക്കി ഇവരെല്ലാരും ഒന്നെങ്കിൽ ആരെങ്കിലും ചിരിച്ചിട്ടുണ്ട്. നമുക്ക് സിനിമ സെറ്റ് എന്ന് വെച്ചാൽ ഒരാള് ചിരിക്കെ സൈഡിൽ നിന്ന് എന്തേലും ഒച്ച കുനിഷ്ടം പറയാം, എന്തെങ്കിലും ഡയറക്ടർ കണ്ടാലോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സാറ് നല്ല വഴക്ക് പറഞ്ഞ അവരെ മിണ്ടാതെ നിർത്തിക്കും. പക്ഷെ നമ്മുടെ സീരിയൽ സെറ്റ് ഒക്കെ അങ്ങനെയല്ല. ചെറുതായിട്ട് തെറ്റിയാൽ അപ്പൊ എല്ലാം കൂടി ഇരുന്ന് ചിരിക്കും. അപ്പൊ നമുക്ക് അയ്യോ തെറ്റിപ്പോയെന്റെ എല്ലാരും കളിയാക്കി, ഇനി എനിക്ക് ശരിയാവോ, നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യാൻ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എനിക്ക് കോൺഫിഡൻസിന് ചിലപ്പോ നമുക്ക് ഒരു കുറയുന്ന പോലെ തോന്നും. അത് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ജോലി ഇതായി പോയി, നമ്മളിത് ജീവിക്കണമല്ലോ, അതുകൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നു. അപ്പൊ ഈ അമൃത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ പ്രണയവിലാസത്തെ, ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് എന്നേലും ഭയങ്കര വ്യത്യാസമാണ്. ചില കാര്യങ്ങളെ കൊണ്ട് എന്നെയായിട്ട് സാമ്യമുണ്ട്. ഇതിലിപ്പോ എനിക്ക് ഇഷ്ടമല്ലാണ്ട് ഞാൻ വിവാഹം ചെയ്തതാണ്. എന്റെ റിയൽ ലൈഫില് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളിനെ ഞാൻ അടുപ്പിക്കത്തില്ല. പക്ഷെ അതിൻ്റെ അകത്ത് വീട്ടുകാർക്ക് വേണ്ടി, മുത്തശ്ശന് വേണ്ടി നമ്മള് വിവാഹത്തിലേക്ക് കടന്നു. അപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ്, ഞാനും ആ സിറ്റുവേഷൻസ് കടന്നു പോയിട്ടുണ്ട്. എന്നാലും അമൃത കുറച്ചുകൂടി ബോൾഡാണ്. കുറച്ച് ബോൾഡായിട്ട് അതിലെങ്ങനെയും നിന്ന് പോയി പതിയാണെങ്കിലും ആളോട് സംസാരിച്ച് അത് ക്ലിയർ ആക്കാനുള്ള ശ്രമിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ്. അപ്പൊ എന്താ പറയാ,
മെയിൻ ആയിട്ട് ഫാമിലിക്ക് വേണ്ടിയാണ് അമൃത സാക്രിഫൈസ് ചെയ്യുന്നത്. മുത്തശ്ശന് വേണ്ടി വീട്ടുകാരെ വിഷമിപ്പിക്കരുത്, അവർക്ക് വേണ്ടി അവളുടെ ആ ഒരു എന്താ പറയാ മ്യൂസിക് PhD പഠിക്കാൻ USA പോവാൻ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പഠിപ്പില് മ്യൂസിക്കിന്റെ ആയിരുന്നു മെയിൻ. അപ്പൊ അതിന്ന് മുത്തശ്ശനെടുത്ത തീരുമാനത്തിന് യോജിച്ച് അങ്ങോട്ട് പോയൊരു ലൈഫിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പതിയെ പതിയെ എങ്ങനെയാവും എനിക്കറിയില്ല, കണ്ടറിയാം. അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർക്ക് സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. സിനിമകളെക്കാളും കൂടുതൽ സീരിയൽ കാണുന്നതാണ്. അപ്പൊ ഈ ഓരോ സീരിയൽ ചെയ്യുമ്പോഴും ഇതിനു മുൻപ് വില്ലത്തി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകരുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? ഓ സത്യമായിട്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് സ്നേഹക്കൂട്ടില് വർക്ക് ചെയ്തപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു ചേച്ചീനെ ഞാൻ കണ്ടായിരുന്നു. അയ്യോ ആ ചേച്ചി കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് കരയണോ, എനിക്ക് ഇപ്പോഴും കരച്ചിലായിരുന്നു, കരയണോ അതോ സന്തോഷം പ്രകടിപ്പിക്കണോന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. നമുക്ക് നോർമലി ഒരു സ്റ്റേജിൽ നിന്ന് അവാർഡ് കിട്ടണേലും വലിയ അവാർഡാണ് പ്രേക്ഷകർ നമ്മളെ തിരിച്ചറിയുമ്പോൾ. കുറെ പേര് അങ്ങനെ വന്നു, സേതുവേട്ടന്റെ അനിയത്തിയല്ലേ, മയൂരിയല്ലേ, ചിലർക്ക് മനസ്സിലാവാനിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഇത് തന്നെയാണോ എന്ന് പറഞ്ഞ് ചോദിച്ചു വരാറുണ്ട്. അപ്പൊ അത് തന്നെ ഞാൻ തന്നെയാ ചില ഞാൻ പറയും ഞാൻ തന്നെയാ എന്നെ തന്നെയാ, ഞാൻ അങ്ങോട്ട് എന്ന് പറയും. അപ്പൊ ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ വരുമ്പോ. ചിലവർക്ക് എന്റെ സ്ക്രീനിലും നേരിട്ടും ഭയങ്കര വ്യത്യാസമാണ്. അത് എല്ലാവർക്കും എന്നെ നേരിട്ട ഇഷ്ടം. സ്ക്രീനില് അത്ര കുറച്ച് വ്യത്യാസമാണ്. മേക്ക് ഓവറൊക്കെ ചെയ്ത് ഒരുങ്ങി വരുമ്പോ ഞാനല്ല, ഞാൻ ആ ഒരു ക്യാരക്ടറാണ്, വേറൊരാളാ. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്, സന്തോഷാണ് എല്ലാരും തിരിച്ചറിയുമ്പോ. അതുപോലെ തന്നെ വില്ലത്തി ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ സീരിയലൊക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് വില്ലത്തി ചെയ്തത് കളിവീട് സീരിയലായിരുന്നു സൂര്യ ടിവിയില്. അതില് ചെയ്തപ്പോ എന്നോട് കുറെ പേര് ഇങ്ങനെ ട്രെയിനിൽ വെച്ച് തന്നെ, ഞാൻ കൂടുതലും ട്രിവാൻഡ്രത്താണല്ലോ, അപ്പൊ ട്രെയിനിന് പോകുമ്പോ ഈ ഒരു അമ്മൂമ്മയും ഒരു ആന്റിയും കൂടി ഉണ്ടായിട്ട് എന്ത് പണിയാ കൊച്ചെ കാണിച്ച, അമ്മയുടെ കയ്യില് വളയൊക്കെ വലിച്ചുരുമ്പോ ഇങ്ങനെയൊക്കെ. ഞാനല്ല ക്യാരക്ടറാ, ഞാനങ്ങനെ ചെയ്യില്ല, ഞാൻ പാവാ. അപ്പൊ കുറച്ചിനിപ്പോ അയ്യോ അത് മനസ്സിലായി, എന്നാലും നമ്മളത് ചോദിക്കാനൊക്കെ ഒരു ദൂരം, അതുകൊണ്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആരും എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് വന്നിട്ടില്ല. പക്ഷെ എന്തിനാ മോളെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവര് പാവല്ലേ, അവരങ്ങനെ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു. എനിക്ക് തന്ന ക്യാരക്ടർ അല്ലേ ആന്റി. അയ്യോ അത് സൂപ്പർ കൺമണി അതില് വില്ലത്തിയായിരുന്നു. അതിലും എന്തിനാ സാനിയ അവളുടെ ക്യാരക്ടർ നെയിം എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്തിനാ കൊച്ചിനെ കൺമണീനെ എന്തിനാ ഉപദ്രവിക്കുന്നേ, പാവല്ലേ, ആ മാനസയുടെ കൂടി എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കല്യാണത്തിന് പോയപ്പോ. അതൊക്കെ ഒരു രസമാണ്. ശരിക്കും അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ സക്സസ് ആയി എന്നുള്ളതാണ്. അതെ, അതുകൊണ്ടാണ് അത് മനസ്സിലായി. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോ അത് ആൾക്കാരിലേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യണ ക്യാരക്ടർ സക്സസ് ആയതുകൊണ്ടാണ് ആൾക്കാർ എടുക്കുന്നത്. അല്ലെങ്കിൽ കാണുമ്പോ ആർക്കും മനസ്സിലാവത്തില്ല, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതെ, അപ്പൊ അതൊരു അംഗീകാരം തന്നെ. പിന്നെ പൊതുവെ സീരിയലുണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഇപ്പൊ മുൻപും സീരിയൽ ആർട്ടിസ്റ്റുകളുടെ ഇന്റർവ്യൂ എടുത്തില്ല. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും പറയും കുറെ ഓവർ ആക്ടിങ് കാണിക്കും കുറെ പേര്. അല്ലെങ്കിൽ ഇപ്പൊ പറയും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ടിസാരി എടുത്തിട്ട് രീതിയിലൊക്കെ. ആ തരം സീരിയലുകളോട് എന്താ പറയാനുള്ളത്? അത് ശരിക്കും എനിക്ക് വലിയ താല്പര്യം ഇല്ല അതിനോട്. ഞാനിപ്പോ പോലും എനിക്ക് കിടക്കുന്ന സീനോ ഉറങ്ങുന്ന സീൻസ് ഒക്കെ വരുമ്പോഴും ഞാൻ ഉറങ്ങാൻ പോവല്ലേ, ഇതൊക്കെ ഇട്ട് ആരും കിടന്ന് ഉറങ്ങൂലല്ലോ, ഞാൻ ഇതൊക്കെ ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് അതെല്ലാം ഒരു മാറ്റി വെക്കും. ഞാൻ നോർമലി തന്നെ കിടക്കത്തുള്ളൂ. പിന്നെ കുറച്ച് ഫേസിന് ഭംഗി തോന്നിക്കാൻ വേണ്ടി കമ്മലൊക്കെ ഒന്നെങ്കിൽ കുറച്ചു നേരത്തൊക്കെ ഇടുമായിരിക്കും, അങ്ങനെ ചെയ്യും. അല്ലാണ്ട് നോർമലി നമ്മുടെ ലൈഫിൽ ആലോചിച്ച് നോക്കി നമുക്ക് ഇതൊക്കെ ഇട്ട് കിടക്കാൻ എന്തൊരു ഇറിറ്റേഷനാ, അത് ഇവിടക്കുള്ളൂ. അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നിപ്പോ പഴയ പോലെ അല്ല, ഡ്രാമാറ്റിക് അല്ല, എല്ലാരും കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് വരുന്നുണ്ട്. സിനിമ ഫീൽ തന്നെയാണ് ഇപ്പൊ സീരിയല്. പിന്നെ ചില അമ്മായി ലുക്സ് ചെയ്യുന്നവർക്കും വലിയ റിച്ച് ഫാമിലിയിലെ അമ്മമാർക്കും കൂടിയൊക്കെ ആ ഒരു റിച്ച് ലുക്ക് തോന്നിക്കാൻ വേണ്ടി ഓവർ ആർഭാടത്തില് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം റിച്ച് ഫാമിലി ആയിരുന്നു, ഇപ്പൊ ഞാൻ ഒരു എന്താ പറയാ ഗ്രാമത്തിലേക്കാ കെട്ടിച്ചിട്ടാണ്. അതുകൊണ്ട് എനിക്കും ആ ഒരു വീർപ്പ് പൂട്ടിന്ന് മാറി. കാരണം എനിക്കും വലിയ കമ്മലൊക്കെ ഇട്ട് നിൽക്കാൻ വലിയ താല്പര്യം ഇപ്പൊ സാധാരണ. പക്ഷെ ഈ സിനിമ പോലെയല്ലല്ലോ. ഇപ്പൊ സിനിമകളിലൊക്കെ പറഞ്ഞാൽ സിംഗ് സൗണ്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഡബിങ് ഉണ്ട്. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സീരിയൽ. അതെങ്ങനെയാ ശരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണില്ല? അതുള്ളതുകൊണ്ട് സമാധാനമുണ്ട്. ചില വാക്കുകളൊക്കെ വരുമ്പോ ഞാൻ ഭയങ്കര വിചിറമ്പിച്ച വാക്കുകളൊക്കെയാണല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് തരാവോ? കാരണം സ്റ്റാർട്ടിങ് ഈ സി കേരളത്തിന്റെ ഈ നായികയായിട്ട് തുടങ്ങിയപ്പോ അവര് പറഞ്ഞു
പ്രൊമോട്ടിങ് തരത്തില്ല എന്ന്. അപ്പൊ ഞാൻ ഷോക്കായി. അയ്യോ ഞാൻ ഇതെങ്ങനെ ഇത്ര സിനിമയിലാവുമ്പോ നമുക്ക് അറിയാം സിനിമയിൽ പ്രൊമോട്ടിങ് തരത്തില്ല, ഇത്രയും ഡയലോഗ്സ് പഠിച്ചിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഓക്കെ ആണ്, അത് അതില് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് അങ്ങനെ എടുക്കത്തുള്ളൂ. സീരിയലിന്റെ ഡയലോഗ്സ് അങ്ങനെയല്ല, ഒരു കുന്നുണ്ടാവും. അത് നമ്മൾ പഠിച്ചു വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ്. നമ്മൾ പിന്നെ കോൺഷ്യസ് ആവും, ഡയലോഗ് ശ്രദ്ധിക്കണോ എക്സ്പ്രഷൻ ഇടണോ എന്നുള്ളൊരു കോൺഷ്യസ് ആവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആദ്യമൊക്കെ കുറച്ച് എനിക്ക് വലിയ ഡയലോഗ്സ് ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൂടുതൽ എക്സ്പ്രഷൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ പുതിയതായിട്ട് വന്ന പിള്ളേരൊക്കെ കിടന്ന് തലകുത്തി മറിയായിരുന്നു. അത് ഭയങ്കര കഷ്ടപ്പാടാ. ഞാൻ പിന്നെ ഇടക്കിടക്ക് പറയും സാർ വോമിറ്റിംഗ് ഇല്ലാണ്ട് പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. അല്ല എനിക്ക് തോന്നുന്നു ബീന ആന്റണി ചേച്ചി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി ആദ്യമേ പറയും എന്താന്ന് വെച്ചാല് ജസ്റ്റ് ഡയലോഗ് പറഞ്ഞാൽ മതി, അതായത് ആ ഡയലോഗിന് എങ്ങനെ മോഡുലേഷൻ കൊടുക്കുന്ന രീതിയിൽ പ്രോംപ്റ്റ് ചെയ്യാൻ പറയും. അതായത് അല്ലെങ്കിൽ എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അത് ചില ടൈമില് അവര് മോഡുലേഷനിൽ പറഞ്ഞാലും ചില ടൈമില് വെറുതെ വായിച്ചു പോകും, അപ്പൊ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ എനിക്കാണെങ്കിൽ ചില സ്പീഡിന് വായിച്ചു പോയാൽ ഞാൻ അപ്പൊ അതായിരിക്കും ശ്രദ്ധിക്കുന്നത്. നമുക്ക് നിർത്തി കുറച്ച് ആ മോഡുലേഷനിൽ വായിക്കുമ്പോ നമ്മുടെ സ്ക്രീൻ പ്രസൻസും കിട്ടാൻ വേണ്ടി നമുക്ക് പതിയെ കുറച്ച് മോഡുലേഷൻ കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ സ്ക്രീനിൽ നമ്മുടെ ഫേസ് കുറച്ചേരം ഇങ്ങനെ നീണ്ടു നിൽക്കും. അതല്ല അവര് പറയണ പോലെ സ്പീഡിന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർന്നു, അത്ര ഉള്ളു, ഡയലോഗ് തീർന്ന് അടുത്ത ആളിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഇടക്ക് വരാറുണ്ട്. ഇടക്ക് എന്താ പറയാ, എനിക്കിപ്പോ ദേഷ്യപ്പെട്ടിട്ടുള്ള ഡയലോഗ്സ് വില്ലത്തിയായിരുന്നു. അപ്പൊ ആ വരികൾ പോലും അവര് ഇടക്ക് നിർത്താണ്ട് സ്പീഡിന് പറഞ്ഞു പോകുമ്പോ ഞാനും വെപ്രാളപ്പെടും. ഞാൻ ഒന്നാമതേ ബലം പിടിച്ച് ആ ഒരു ഹൈപ്പറിൽ നിക്കണായിരിക്കും. ആ ടൈമിൽ ചില സമയത്ത് അത് കിട്ടില്ല. അപ്പൊ രണ്ടും കൂടി നമുക്ക് കുഴഞ്ഞ് ഞാൻ പലവട്ടം ഞാൻ തലറങ്ങി വീണിട്ടുണ്ട് സൂര്യ TV സെറ്റില്. ഞാൻ കൂടുതലും ബലം പിടിച്ച് ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് തല ചുറ്റിയിട്ട് എന്റെ പ്രഷറൊക്കെ കുറഞ്ഞു വിട്ടുണ്ട്. എനിക്കിഷ്ടം സത്യം പറഞ്ഞ നെഗറ്റീവ് റോള്. അതാകുമ്പോ കുറച്ചുകൂടി നമുക്ക് എനിക്ക് തോന്നുന്നു ക്യാച്ചപ്പ് ആവുന്ന അതാണ്. നെഗറ്റീവ് റോളിലാണ് കൂടുതലും കഷ്ടപ്പാടും കാര്യങ്ങളും ഉള്ളത്. പിന്നെ കരയണ പാവം കുട്ടി ഇത് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇഷ്ടമല്ല, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഇല്ലേ, ഭയങ്കര ബോൾഡും ആയിട്ടൊക്കെ ഉള്ള, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു എന്താ പറയാ, ഒരാളുടെ ലൈഫ് തകർക്കുന്ന രീതിയിലുള്ള ക്യാരക്ടറൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് ചിലപ്പോ എനിക്ക് തോന്നുന്നു കഥ വരുന്ന സമയത്തൊക്കെ അതൊക്കെ നോക്കാറുണ്ടോ? അത് ഞാൻ അങ്ങനെ വലുതായിട്ട് നോക്കാറൊന്നുമില്ല. ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. നല്ല കാര്യം. എന്താ വെച്ചാൽ നമ്മള് എപ്പോഴും ലൈവായി നിക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത് ചെയ്യാൻ ഏതെങ്കിലും ഒരു നല്ല ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് എല്ലാം ചെയ്താലല്ലേ അതൊരു എക്സ്പീരിയൻസ് ആവത്തുള്ളൂ. എല്ലാത്തിലും ചെയ്ത് എല്ലാം പഠിക്കണമല്ലോ. നമ്മൾ ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഓരോന്ന് ചെയ്ത് പഠിക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇപ്പൊ സീരിയലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പലരും പറയുന്ന ഒരു കാര്യം, സീരിയലിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് സിനിമയിൽ ചാൻസ് കുറയുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ സോനയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ സോന മൂവിയും ചെയ്തിട്ടുണ്ട്, സീരിയലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ? ഉണ്ട്. എനിക്കിപ്പോഴും ഞാൻ എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോ സീരിയൽ ഉണ്ടല്ലേ, സീരിയലിലുള്ളവരെ നോക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ശരി വേണ്ട, ഞാൻ അപ്പൊ വിട്ടുകളയും. കാരണം നമ്മളെ വേണം, നമ്മളുടെ ഒരു പ്രസൻസ്, നമ്മുടെ ഒരു ലുക്ക് ആ ഒരു ക്യാരക്ടറിന് അവർക്ക് യോജിക്കാത്തോണ്ടായിരിക്കാം മേ ബി അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുന്നത്. അല്ലെങ്കിൽ സീരിയൽക്കാർ ഇഷ്ടമല്ലാത്തോണ്ടായിരിക്കാം. എന്താണെങ്കിലും നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ എത്തുമല്ലോ. അതുകൊണ്ട് അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും പലരും, ചിലര് ഓക്കെ സിനിമാക്കാര് തന്നെ ചിലരും പറഞ്ഞിട്ട് സാരം ഇല്ലടാ, നമുക്ക് നല്ല ക്യാരക്ടർ വരുമ്പോ നോക്കാം, നീ സീരിയൽ ചെയ്തു. നമ്മളെ ഒരു അന്നമാണ് സീരിയലിന്റെ ഒരു, എല്ലാവരുടെയും ഉദ്ദേശം അത് തന്നെയാ. സീരിയൽ എല്ലാ മാസം നമുക്ക് ഷൂട്ട് ഉണ്ടാവും. അതിപ്പം നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ഓക്കെ ആണ്. എനിക്ക് തോന്നുന്നു ഡേറ്റ് ക്ലാഷിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം. അതൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിക്ക് ഉണ്ട്. സീരിയലിൽ നമ്മൾ എഗ്രിമെന്റ് കൊടുക്കണോണ്ട് അവരും വിട്ടുകൊടുക്കത്തില്ല. സിനിമാക്കാർക്ക് ആ ഡേറ്റിൽ അവർ ഉദ്ദേശിച്ച ടൈമിൽ വേണം. ആരെങ്കിലും ഒരാളൊന്ന് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ചിലര് അതൊരു കാരണമായിരിക്കാം. പക്ഷെ സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയ സമയത്ത് മമ്മൂക്കയുടെ കൂടെ ഒരു ഡൊമിനിക്കില് ആ ഫോട്ടോയില് തന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ആദരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു മൂവി ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്താണ് ആ ഒരു മെമ്മറീസ് പറഞ്ഞത് ഡൊമിനിക് മൂവിയുടെ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടുമെന്ന്. ഞാൻ ഒന്നും കിട്ടുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, എന്തോ എനിക്ക് കഷ്ടകാലമാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ടൈമിലായിരുന്നു പെട്ടെന്ന് എന്റെ മുറിവ് സിനിമയിലെ അസോസിയേറ്റ് ആണ് യുനൈസിക്ക. ഇക്കയാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു റോളാണ്, ഗൗതം സാറിന്റെ ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിങ്ങനെ സ്റ്റക്ക, ഗൗതം സാർ ഓക്കെ. എനിക്കപ്പോഴും സൂര്യയുടെ മുഖം
ഞാൻ അപ്പൊ ഓക്കെ ഞാൻ ഓക്കെയാണ്. ആരുടെ കൂടെയാ? വിനീത്. ഏത് വിനീതാ? ആക്ടർ വിനീതൻ ആൻസർ. അപ്പോഴും എനിക്ക് ക്ലിക്ക് ആവുന്നില്ല. വിനീത് ശ്രീനിവാസൻ, നമുക്ക് അതൊക്കെ തലക്കാത്ത തന്നെ ഇരിക്കുന്നത്. ഞാൻ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഏതാ വിനീത്. കൊറേ വിനീത് ഉണ്ടല്ലോ. സത്യം ഞാൻ കണ്ടിരുന്നപ്പോ ആളുടെ വൈഫായിട്ടോ. ഓ ഞാൻ റെഡിയാ. ചെറിയ സീനാണെങ്കിൽ വെറുതെ പാസ് ചെയ്യണമെങ്കിലും ഞാൻ ഓക്കെയാണ്. അങ്ങനെയാ പോയെ. രണ്ട് ഡയലോഗ്സ് ഒന്നും ഇല്ല, ഒരു പ്രസൻസിന് വേണ്ടിയാണ് ആളുടെ വൈഫായിട്ടാണ്. ഞാൻ റെഡിയാ, ഞാൻ ഓക്കെയാ. പേയ്മെന്റിന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞ എന്താണെങ്കിലും ഓക്കെ, നിങ്ങൾ ഏതാ തരണ്ട അത് ഓക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞേ. ഞാൻ പോയി. അയ്യോ മമ്മൂക്ക വന്നതിനപ്പൊ തൊട്ട് എന്റെ കയ്യും കാലും വിറക്കുവാ എനിക്ക്. ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നുന്നു കാരവാനില് ഞാനും വീണ ചേച്ചിയും കൂടി ആയിരുന്നേച്ചേ. അപ്പോ അവരുടെ ഷോട്ട് അകത്ത് നടക്കുക. ഞാൻ റെഡി ആയിട്ട് കുറെ നേരം നിൽക്കുക. എപ്പോഴാ തുടങ്ങണേ അറിയില്ല. ടെൻഷനായിട്ട് പോയായിരുന്നു. കാരണം ഗൗതം സാറിനെ ഞാൻ കണ്ടില്ല അതുവരെ. എനിക്ക് തോന്നുന്നു വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. കുറച്ചേരം പോയി കയറാനി പോയിരിക്കും. വീണ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ അടുത്ത് പോയിരിക്കും. ആ ചേച്ചിന്റെ ടെൻഷനല്ലേ മമ്മൂക്കളോട് അഭിനയിക്കണില്ല. അവരത്രയും സീനിയർ ആയിട്ടും മമ്മൂക്കളോട് നിൽക്കാൻ എല്ലാവർക്കും ടെൻഷനാ. അപ്പൊ ഞാൻ ഓക്കെ, ഞാനപ്പൊ ചുമ്മാ ഒന്ന് അപ്പുറത്തേക്ക് നടക്കാൻ വേണ്ടി ജസ്റ്റ് പാസ് ചെയ്ത് ഇങ്ങനെ നടന്നതും എന്റെ തൊട്ട് ബാക്കിൽ നിന്ന് ആൾ ഇറങ്ങി വന്നു. അപ്പൊ എല്ലാരും നോക്കുന്നു ഞാൻ നടന്നങ്ങോട്ട് വരുമ്പോ. അപ്പൊ ഞാൻ ഓർത്ത് എന്താ എല്ലാരും നോക്കുന്നില്ല, കുഴപ്പമുണ്ടോ? ഞാൻ ഓർത്ത് എന്റെ ഡ്രസ്സിങ്ങിൽ അല്ലെങ്കിൽ എന്തേലും കുഴപ്പമായിട്ട് നോക്കണായിരിക്കും. പക്ഷെ എല്ലാരും പിന്നെ പതിയെ ഞാൻ നീങ്ങിയപ്പോ എന്റെ ബാക്കിലേക്കാന്ന് മനസ്സിലായി. ഞാനിങ്ങനെ പതിയെ തിരിഞ്ഞതും മമ്മൂക്ക ഞാൻ അങ്ങനെ തന്നെ തിരിഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് അയ്യോ കത്തോളൂ എന്താ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. ആളുടെ ബോഡി ഗാർഡ് ഇവിടെ ഇരുന്നിട്ട് എന്താ എന്താ ഇല്ല. ഞാൻ പിന്നെ പതിയെ തിരിഞ്ഞിട്ട് ഹായ്ന്ന് കാണിച്ചപ്പോ ആള് അപ്പൊ തന്നെ ചാറ്റ് വന്നു. അപ്പൊ ഞാൻ അയ്യോ അതെ തന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഓടി. പിന്നെ എന്നെ എല്ലാരും കളിയാക്കാൻ തുടങ്ങി. ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ കാണിച്ചു കൂട്ടിയത് എനിക്കല്ലേ അറിയോളൂ എന്താ. പക്ഷെ എല്ലാരും ആ ബോഡി ഗാർഡ് വരെ എന്താ കാണിച്ച്. ഞാൻ പറഞ്ഞില്ല നമുക്കെന്നെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം പെട്ടെന്ന് കൈ കാണിച്ചപ്പോ തന്നെ ആള് കാണിക്കുകയും ചെയ്ത. ആള് പിന്നെ കാരവാനിൽ പോയിരുന്നു. പിന്നെ ഞാൻ എന്റെ സീനിന് മേളിൽ പോയപ്പോ വിനീതേട്ടൻ എനിക്ക് അവരുടെ പറ്റ പോകാനും പേടിയായിട്ട് പോയി. കാരണം അവരൊക്കെ അത്രയും സീനിയർ വലിയ ആർട്ടിസ്റ്റ്. ഞാൻ ഫസ്റ്റ് ടൈം എല്ലാവരുടെ മുമ്പില് ഗൗതം സാറിനെ കണ്ടതും എനിക്ക് കണ്ണീന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. സത്യമാണ്, സൂര്യയുടെ ഒരു കണ്ണുണ്ട് ആൾക്ക്. ആ നമുക്ക് എന്താ പറയാ വേറെ ലോകത്തായി പോയി. ഭയങ്കര ഇഷ്ടമായി എനിക്ക് അവര്. ഞാൻ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുക. എന്നിട്ട് സാറാണെങ്കിൽ എന്നോട് ഓരോന്നിങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. നല്ല രസം പറഞ്ഞു എന്നെ കാണാനും. എനിക്ക് തോന്നുന്നു എനിക്ക് വൈഫും മകനുമായിട്ടുള്ള സീക്വൻസ് ആയിരുന്നു അതില്. പോയി ഫുഡ് വിളമ്പി കൊടുക്കുന്ന സീക്വൻസ് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട് തമിഴിൽ. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ വേറെ ലോകത്തയ്യോ സാറിനെ കണ്ടു. ഞാൻ എന്നിട്ട് വിനീതേട്ടന് സോറി കേട്ടോ ടെൻഷൻ ആയിട്ടാട്ടോ മിണ്ടാത്ത. ആള് എന്തിനാ ടെൻഷൻ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആള് കൂളായിട്ട് സംസാരിച്ചു. പക്ഷെ എപ്പോഴൊക്കെ മമ്മൂക്ക് അടുത്ത് വന്നാലും ഞാൻ കയ്യും കാലും എനിക്ക് മിണ്ടാൻ പറ്റില്ല. ഞാൻ മോനായിട്ട് അഭിനയിക്കണ കൊച്ചിനോട് മോനെ നീ എന്റെ അടുത്തുനിന്ന് പോവല്ലേ, മമ്മൂക്ക് ഇവിടെ ഉണ്ട്. ഞാൻ ഇങ്ങനെയാണെന്ന് വെച്ചുണ്ടാക്കുക. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ചെല്ലണം, കൈ കൊടുക്കണം. പക്ഷെ ആള് എന്നെ നോക്കണ്ട ഇടക്ക്. കാരണം എല്ലാരും കൈ കൊടുത്ത് ഞാൻ ഇങ്ങനെ നിൽക്കും. എനിക്ക് ടെൻഷനായിട്ട് കൈ പൊങ്ങുന്നില്ല. ഞാൻ കൈ കൊടുക്കണം വേണ്ട ഇങ്ങനെ നിൽക്കുക. അതിന്റെ ഒപ്പം സുരേഷ് ഗോപിയുടെ മോനും ഉണ്ടായി. അതിനെ കൂടി കണ്ടപ്പോ ഓക്കെ എല്ലാരും തികഞ്ഞു. ഞാൻ ഇനി കാണാൻ ആരും ഇല്ല എന്നുള്ള അവസ്ഥയിൽ പോയി. കാരണം നമുക്ക് ഫസ്റ്റ് ടൈം ഇറങ്ങുന്ന എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് ഇത്ര ഇന്ന ആൾക്കാരെയൊക്കെ കാണണം എന്ന്. സത്യം. അപ്പൊ മമ്മൂക്കനെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ അച്ഛനെ പോലെ ഒരു ഇഷ്ടമാണ് അങ്ങേരോട്. അതെന്താന്ന് അറിയോ, മമ്മൂക്ക നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ആണ് അതിലൂടെ കാണിക്കുന്നത്. എക്സൈറ്റ്മെന്റിനെക്കാളും കൂടുതൽ നമുക്കൊരു റെസ്പെക്ട് ഉണ്ടാവില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ചെറുപ്പത്തിൽ നമുക്ക് കാണുന്ന മുഖങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര മോഹൻലാലിന് ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല. പക്ഷെ എന്നാലും ആളോടൊരു പ്രത്യേക ഇഷ്ടം. എനിക്ക് മെയിനായിട്ട് തോന്നുന്നു ഞാൻ നേരത്തെ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ ബാക്ക് സൈഡ് ചെറുതായിട്ട് മമ്മൂക്കയുടെ പോലെയാണ് അച്ഛന്റെ ബാക്ക് സൈഡ്. അപ്പൊ ചിലര് നേരത്തെ എന്റെ അച്ഛൻ എല്ലാരും കൂടി ഇങ്ങനെ ഇതേ ജൂനിയർ മമ്മൂക്ക എന്ന് പറഞ്ഞ അച്ഛൻ കളിയാക്കിയിട്ടുണ്ട്. മമ്മൂക്കൊക്കെ ഇവിടെ കുരുവള പോലെ എന്റെ അച്ഛനും ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ അച്ഛനോട് എങ്ങനെ എനിക്ക് ഇഷ്ടമുണ്ട് അതുപോലെ എനിക്ക് മമ്മൂക്കാന് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ആളോട് അത്ര ഇഷ്ടവും. പിന്നെ ആള് അടുത്ത് പോകാനുള്ള ഒരു വിറവില് പറഞ്ഞു. അപ്പൊ എന്റെ സീൻ കട്ട് പറഞ്ഞ് എന്റെ കഴിഞ്ഞെന്ന് അറിഞ്ഞതും ഞാൻ എന്റെ കഴിഞ്ഞോ അയ്യോ മമ്മൂക്കളോടെ ഫോട്ടോ എടുത്തില്ല, മിണ്ടിയില്ല. ഇതായിരുന്നു എന്റെ മൈൻഡില്. കൈ കൊടുത്തില്ലല്ലോ, ചെക്കൻ്റെ കൊടുത്തില്ല, മിണ്ടിയില്ല, എന്ത് ചെയ്യും. ഉടനെ അവർക്ക് അവിടെ ഒരു ക്യാമറമാൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഓടിച്ചല്ലോ ഒന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണേന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പാഞ്ഞിങ്ങനെ കറങ്ങി നിന്നിട്ട് ഹൈ മമ്മൂക്ക എന്നും പറഞ്ഞ് കൈ നീട്ടി. ആ ഫോട്ടോ ആണ് ഇൻസ്റ്റഗ്രാമിൽ. അതാണ് ആ ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കുന്ന ആള്. സത്യം പറഞ്ഞ എന്റെ അടുത്ത് ഭയങ്കര ചിരിച്ച് സംസാരിച്ചു. പലരും പറഞ്ഞു അങ്ങനെ ആരുടെ അടുത്തും ചിരിച്ച് സംസാരിക്കാത്ത ആളാണ്, നിന്റെ അടുത്ത് ചിരിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ കേട്ടപ്പോ തന്നെ നമുക്ക് വലിയ അംഗീകാരം കിട്ടിയ പോലെയാ. ആ അപ്പൊ സംസാരിച്ചു. ഞാനാണെങ്കില് കൊച്ചിക്കാരി ആയതുകൊണ്ട് കുറച്ച് സ്പീഡാ സംസാരം. അങ്ങേർക്ക് ആദ്യം ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല. എന്റെ കൂടെ സൗദിയിലാണ്, സോനാണ് എന്റെ അങ്ങനെ ഞാൻ ഇങ്ങനെ സ്പീഡിന് പറഞ്ഞു. അപ്പൊ ഞാൻ
എന്താ ഞാൻ പറഞ്ഞു എന്റെ പേര് സോന, ഇവിടെ സൗദിയിലാ, വീട് എവിടെയാന്ന് വെച്ചാൽ ഇവിടെ സൗദിയാന്ന് പറഞ്ഞു, ഇവിടെ കൊച്ചിയിൽ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ചോദിച്ചു മിണ്ടിയതാ. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ടെൻഷനായി പോയി, ആദ്യം അടുത്ത് വരാം, അതുകൊണ്ടാട്ടോ ഞാൻ വരാനെ, ഒന്നും തോന്നില്ലേ. ഞാൻ എന്തിനാ അതൊക്കെ സംസാരിച്ചെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ സംസാരിച്ചു. ആള് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ജെമ്മ്. നമുക്കൊരു ഗ്രേസ്ഫുൾ ആളുടെ മുമ്പിൽ നിൽക്കുമ്പോ എന്തോ ഒരു പ്രകാശം പോലെ ആളുടെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് ഭയങ്കര എനിക്ക് പോവാൻ തോന്നില്ലായിരുന്നു. ഞാൻ പിന്നെ പോണോല്ലോ, എല്ലാരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പോവും, എന്റെ കഴിഞ്ഞു, ശരി ബൈ. പിന്നെയും കൈ കൊടുത്തിട്ട് ഞാൻ പോയി. ഞാൻ പിന്നെ ചെന്നിട്ട് ഫോട്ടോ കിട്ടിയോ. ലൈഫിൽ കിട്ടുന്ന ഒരു മൊമെന്റുകൾ ഭയങ്കര വലുത് തന്നെയാണ്. എനിക്ക് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കും, ഇനി മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിക്കണം, ഇനി മമ്മൂക്കയുടെ എന്തായാലും കിട്ടും, ഇനി ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ ഓർത്ത് വെക്കുന്ന ഒരാളുണ്ട്, ചിലപ്പോ പറയാനൊന്നും പറ്റില്ല, നമ്മള് തിരിച്ച് അങ്ങനെയുണ്ട് മമ്മൂക്ക് അങ്ങനെ. അപ്പൊ അതുപോലെ തന്നെ ആഘോഷം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദ്യം അഭിനയിച്ച സിനിമ ഏതായിരുന്നു? ആദ്യം അഭിനയിച്ചത് ഇനി ഉത്തരായിരുന്നു, അപർണ ബാലമുരളി, കലാഭവൻ ഷാജു. അതും എനിക്ക് മറക്കാത്തൊരു അനുഭവം. കാരണം ഞാൻ ജസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ, എനിക്ക് അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട്, പക്ഷെ എനിക്കൊരു ഫീലില് ഞാൻ അവിടെ എന്തോ മെയിൻ ക്യാരക്ടർ ചെയ്ത ഫീലായിരുന്നു. കാരണം അവിടെ അത്രയും ജൂനിയർ ആയിട്ട് വന്ന ആൾക്കാർ മൊത്തം എന്റെ കൂടെ വന്ന് സെൽഫി എടുക്കുമായിരുന്നു. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം ഡയറക്ടറും ക്യാമറമാനും എല്ലാരും വന്നതിനോട് ചോദിച്ചു, ഈ ആർട്ടിസ്റ്റ് നിന്നിട്ട് നിന്റെ അടുത്ത് എന്തായാലും ക്യൂ നിക്കുവാ, അങ്ങ് ദൂരം വരെ ക്യൂ ആ എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ. ഓരോരുത്തർ വരും, എടുത്തെടുത്ത് പോവും. എന്റെ കൊണ്ടുവന്ന കോർഡിനേറ്ററിനാണെങ്കിൽ, കോർഡിനേറ്റർ അല്ല കാസ്റ്റിംഗ് ഡയറക്ടർ, അങ്ങേർക്ക് ഭയങ്കര അഹങ്കാരം, മതി പോക്കോ. അപ്പൊ എന്താ നടക്കുന്നത്? കാരണം എന്റെ അടുത്ത് എല്ലാരും മിണ്ടി, ആർട്ടിസ്റ്റ് എല്ലാരും എന്റെ അടുത്ത് മിണ്ടുന്നുണ്ടായിരുന്നു. എനിക്ക് സന്തോഷം, നമുക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാരോടും മിണ്ടാൻ പറ്റുന്നുണ്ട്, അതെല്ലാം. പക്ഷെ അന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്തിനാ എല്ലാരും എന്റെ കൂടെ സെൽഫി എടുത്തെന്ന്. ഒരുപാട് പേര്, ഒരു കുന്ന് ജനം ഉണ്ടായി, എല്ലാരും എന്റെ കൂടെ സെൽഫി എടുത്തു. അത് സത്യമായിട്ട് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാ. ഞാൻ എപ്പോഴും ആലോചിച്ചു എന്തിനാ എന്റെ കൂടെ എടുക്കുന്നേ. പക്ഷെ എല്ലാരും നീ വളരും, നീ എവിടെയെങ്കിലും എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ടാ പോയാ. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ബ്ലെസ്സിങ് എല്ലാവരുടെയും. ശരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയും ഒരു ത്രൂ ഔട്ടായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത്. സത്യം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പോലും ആണെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി. കാരണം എന്റെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ഫീൽഡ്. കാരണം പലരും കേൾക്കുന്ന രീതികൾ അതാണല്ലോ. വീട്ടുകാർക്ക് പേടിയാ. സീരിയല് പിന്നെ ഇപ്പൊ അവർക്ക് ഓക്കെയാ, സിനിമ ഇപ്പോഴും പേടിയാ. എന്തിനാ അവിടെ പോണേ, അവിടെ പോയി അവരെ കാണണോ, വേണ്ട. ഇപ്പോഴും അമ്മ ചോദിക്കും. ഞാൻ അമ്മ പിന്നെ ഞാൻ അവിടെ പോയി കാണാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറ്റുമോ, ഇല്ലല്ലോ, അങ്ങനെയൊക്കെയാ സംസാരിക്കും. പക്ഷെ എനിക്ക് വാശിയായിരുന്നു. എനിക്ക് ഇഷ്ടമാണെന്ന് ചെറുതിലോട്ട് അഭിനയിക്കാൻ. ഞാൻ അച്ഛനായിട്ട് ഞാൻ വഴക്കുണ്ടാക്കുമ്പോ അച്ഛനെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ മോഹൻലാലും മമ്മൂക്കയും ഇങ്ങനെ അഭിനയിച്ചാൽ കാണിക്കും. കൊറേ ഇട്ട് ഞാൻ കുഞ്ഞിലോട്ട് ഡാൻസ് കളിക്കാറുണ്ടല്ലോ, ഇങ്ങനെ അഭിനയിച്ചാൽ കാണിക്കും. ഞാൻ പരസ്യമൊക്കെ അതേപടി അതിന്റെ ഒപ്പം ഇരുന്ന് സംസാരിക്കും. പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഞാൻ തനിയെല്ലാം പഠിച്ച. പാട്ട് ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഡാൻസും ബാക്കി ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ എല്ലാരും ക്യാച്ച് ചെയ്ത് ഞാൻ പഠിച്ചു. പഠിക്കാൻ മാത്രം താല്പര്യമില്ല, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പഠിക്കും. അപ്പോ ചെറുതിലോട്ട് എനിക്ക് അതിനോടൊരു ക്രേസ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അറിയില്ല ഞാൻ അഭിനയിക്കാൻ പോകും അല്ലെങ്കിൽ ഇങ്ങനൊരു ഇതിലേക്ക് എത്തും എന്നറിയില്ല. ലൈഫ് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചപ്പോ ആ ഒരു വാശിയിലാണ് ഞാൻ ഇറങ്ങി തിരിച്ച് എവിടെയെങ്കിലും എത്തണം, എന്തെങ്കിലും ആയി കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു. അല്ല, ആ ഒരു വാശി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പലരുടെയും വിചാരം എന്റെ അടുത്ത് വെല്ലുവിളിക്കുമ്പോഴും വാശി കാണിക്കുമ്പോഴും എന്നെ ചവിട്ടിത്താഴ്ത്തുമ്പോഴും അവരുടെ വിചാരം ഞാൻ ഒരിടത്തും എത്തില്ല, ഞാൻ അത് കേട്ട് ഡൗൺ ആവുന്ന. പക്ഷെ അല്ല, എനിക്കത് വാശിയാ. സത്യം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. എനിക്കത് ഇഷ്ടമാണ് എല്ലാരും എന്നെ വെല്ലുവിളിക്കുന്നതും. നീ എവിടെ എത്താൻ പോണില്ല, നീ ഇനി എങ്ങോട്ട് പോവാനാ, നിനക്ക് എങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവാനാ, നീ എന്ത് കാണിക്കാനാ, ഇങ്ങനെയൊക്കെ എന്നെ കുറെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്റെ ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും പലരും, ഞാൻ ആരെയും എടുത്തു പറയാൻ ഉദ്ദേശിക്കുള്ള, പക്ഷെ പലരും എന്നെ കുറിച്ച് ബാക്കിൽ നിന്ന് കുത്തുന്നതെല്ലാം എനിക്കറിയാം. ഇപ്പോഴും ആരൊക്കെ മുമ്പിൽ നിന്ന് ചിരിക്കുന്നുണ്ട്, ബാക്കിൽ നിന്ന് കുത്തുന്നുണ്ട്, എല്ലാം എനിക്ക് നല്ല രീതിക്ക് അറിയാം. അല്ല, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഞാൻ എന്താ ചെയ്യുന്നേ, ഞാൻ എങ്ങനെയാ അവരുടെ അടുത്ത് നിൽക്കുന്നത്, എങ്ങനെയാ ഞാൻ സ്നേഹം കൊടുക്കുന്നത് എനിക്കറിയാം. അതെ, എനിക്ക് ആരുടെ അടുത്തും വൈരാഗ്യോ ദേഷ്യം, ഇപ്പോഴും എന്നെ കുത്തിയിട്ടുണ്ടെങ്കിലും അവരോട് എനിക്ക് ദേഷ്യമില്ല. അതൊക്കെ അവർക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടാവും. അതെ, സത്യം, അത്രേ ഉള്ളൂ. അല്ല, അത് ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ നമ്മളില്ലാതെ മുന്നോട്ട് പോവാ. നമ്മുടെ എന്തായാലും ആ ഒരു നമുക്കൊരു പാഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാരും നല്ല രീതിക്ക് എത്തട്ടെ, എല്ലാരും നല്ല രീതിക്ക് എത്തട്ടെ. നമുക്ക് ആരോടും കുശുമ്പും ഈഗോ അങ്ങനെ ഒന്നും ഇല്ല. എല്ലാരും നല്ല രീതിയായിട്ട് അത്രേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ ആഘോഷത്തിന്റെ കാര്യം പറഞ്ഞു. ആഘോഷത്തില് നരേൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്രൂ ഉള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ ആ സിനിമയെ പറ്റിയുള്ള ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയാ? അതില് എങ്ങനെയാ പറയാ, എനിക്ക് അതില് വേറെ ശരിക്കും അനിയത്തിയായിട്ട് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് റിപ്ലൈ കൊടുത്തത് ലേറ്റ് ആയതുകൊണ്ട് കസിൻ അനിയത്തിയായിട്ടാണ് കിട്ടിയത്. അപ്പോഴും നരേന്റെ കസിൻ അനിയത്തി തന്നെയാണ്. അതും കുറച്ച്
എനിക്ക് ഇഷ്ടമായി ആ ക്യാരക്ടർ. കാരണം ഞാൻ ഇതുവരെ കുറച്ച് സ്ട്രഗിൾ ചെയ്തത് അതാണ്. എനിക്കിട്ട് അടി കിട്ടി, മുതുകിടിച്ചോണ്ട് തല അടിച്ചോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സീക്വൻസ്. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടാ ചെയ്തേ. അവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു ചെയ്തതിന്. അപ്പൊ അവരെല്ലാരും അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷം. എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ഞാൻ ഇതുവരെ ആക്ടിങ് പഠിച്ചിട്ടില്ല. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഒരു സീക്വൻസ് പറയുമ്പോ അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, അത് കറക്റ്റായി വരണുണ്ട്. എന്തായാലും അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതാ. അതുകൊണ്ട് ഞാൻ അത് ഇറങ്ങാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അതെ, അല്ല നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ ഇത് ചെയ്യണം എന്നുള്ളത്. എനിക്ക് ഫൈറ്റിംഗ് സീൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഫൈറ്റ് സീൻ. ഞാൻ ആക്ഷൻ മൂവീസ് ഒക്കെ കുറെ കാണും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും എനിക്ക് ഫൈറ്റിംഗ് സീൻ ഭയങ്കര ഇഷ്ടാട്ടോ, ഞാൻ അതിനൊക്കെ എടുത്തോ. ചിലര് പോലീസ് വേഷം പറയും. പോലീസ് വേഷം ആണെങ്കിലും അതിൽ കുറച്ച് ക്രിട്ടിക്കലാണല്ലോ, ബോഡി കുറച്ചൊക്കെ സെറ്റ് ആവണമല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എന്നാലും കുറച്ച് ഫൈറ്റിംഗ് സീൻസ് ഒക്കെ ഇപ്പൊ കുറെ മൂവീസ് ഒക്കെ ഇറങ്ങിയല്ലോ ഫൈറ്റിംഗ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇതിന്റെ അകത്ത് പോലും എന്നിങ്ങനെ വന്നിങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന സീക്വൻസ് ആയിരുന്നു. അപ്പോഴും സുന്ദരപാണ്ഡ്യൻ ചേട്ടനും ഞാനും കൂടി ആ സീക്വൻസ് ചെയ്ത് ചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട്. ചേട്ടന് ടെൻഷൻ ആയിരുന്നു, അയ്യോ എന്റെ തല ഇടിക്കോ മുതുകി ഇടിക്കോ. അപ്പോഴും ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, ബലത്തിൽ പിടിച്ചോണ്ട് പോക്കോ, എനിക്ക് എന്നാലേ ആ റിയാക്ഷൻ ഇടാൻ പറ്റൂ. നമുക്ക് എനിക്ക് ആക്ടിങ് പഠിക്കാത്തോണ്ടേ അഭിനയിച്ചെടുത്ത് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞ. എനിക്ക് ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവരെന്നെ അത്ര ഹേർട്ട് ചെയ്ത് എന്നെ കൊണ്ടുവരണം, അപ്പോഴെനിക്ക് അത് വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയില്ല കഴുത്തിൽ പിടിച്ച് വലിച്ചോണ്ട് എന്നെ പൊക്കോന്ന് പറയും. അങ്ങനെ ചെന്ന് ഇടിക്കാൻ പോകുമ്പോഴും ചേട്ടന് പേടിയാ. പറഞ്ഞു നീ തടഞ്ഞ് അവിടെ പിടിച്ച് നിന്നോളോട്ടെ, ചെന്ന് ഇടിക്കരുത്. ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല. ചെന്ന് തല അടിച്ചു മുതുകിടിച്ചു. അത് 2-3 ടേക്ക് ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂസും ബാക്കിൽ നിൽക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ഇഷ്യൂസ് കാരണം ഇടക്കിടക്ക് 2-3 വട്ടം പോയി. ഞാൻ ലാസ്റ്റ് കുഴഞ്ഞു പോയി. ഞാൻ തളർന്നു, എനിക്ക് തല ഇറങ്ങുണ്ടായിരുന്നു, ശരീരം കുഴഞ്ഞു പോയി. അപ്പോഴും ചെറിയ ഓക്കെ ആക്കിയിട്ടാണ് ആ സംഭവം വന്നേ. ഓക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടയേർഡായി. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ഷോട്ടിലേക്ക് പോയത്. അടുത്ത ഷോട്ടില് ഇവിടെ നിന്ന് ഇങ്ങനെ മുടിക്ക് പിടിച്ച് ചെന്ന് തിരിച്ച് അടിക്കുന്ന സീനാ. എല്ലാം ഭയങ്കര ചെയ്തോ സത്യം എനിക്ക് അതിനു വേണ്ടി എഫേർട്ട് ഇടണം എന്നുണ്ടായിരുന്നു. റിയൽ ആയിട്ട് ചെയ്തിട്ട് ആ ഒരു സംഭവം കിട്ടണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ ഈ ഇന്റർവ്യൂ കാണുന്ന വല്ല ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് ഫൈറ്റ് സീൻ ഒക്കെ സോനയ്ക്ക് കൊടുക്കാം, അയച്ചു കൊടുക്കാം. ഇല്ല, ഞാൻ റെഡിയാണ്. കാരണം അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്ത് അതിനു വേണ്ടി ഒരുങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഇതിനകത്തുണ്ടോ? ഇല്ല, ഇതിന്റെ അകത്ത് ഇപ്പൊ ഇല്ല, അങ്ങനല്ല. അതിന്റെ അകത്ത് ചെയ്തപ്പോ ആഘോഷത്തിൽ ചെയ്തപ്പോ നമുക്ക് ബോബിച്ചേട്ടനൊക്കെ ഉണ്ടല്ലോ, ബോബിച്ചേട്ടനൊക്കെ പരിചയപ്പെട്ടു, മക്ബുലേട്ടൻ, പിന്നെ ദിവ്യ ചേട്ടൻ, ബാക്കി കുറെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അവരുടെ കൂടെ ചെയ്തപ്പോ ഭയങ്കര സന്തോഷമായി. അവരായിട്ടൊക്കെ ഇത്രയും കോമ്പിനേഷനിൽ വരുന്ന ഒരു സീക്വൻസ് ആണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ നരേന്റെ അനിയത്തിയാണെന്നുള്ളത് മാത്രം കേട്ടിട്ട് ഞാൻ ഓടിച്ചെന്നത്. ഓക്കെ ആണല്ലോ, കസിൻ അനിയത്തി ക്യാരക്ടർ റോൾ തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ ത്രൂ ഔട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു. നമ്മള് സൈഡായി പോകരുതല്ലോ എപ്പോഴും ചെയ്യുന്നത്. അതുപോലെ വടക്കൻ പ്രണയപർവ്വം നമ്മൾ ഒരുമിച്ചിരുന്നൊരു സിനിമ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നോക്കുമ്പോ ഒരാളിങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ സിനിമയിൽ എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു സോനയുടെ ഒരു ക്യാരക്ടറായിട്ട് കണക്ട് ആണോ? ഒത്തിരി ബോൾഡ് അല്ലാത്തൊരു ക്യാരക്ടർ ആണല്ലോ അത്. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള എനിക്ക് ഇങ്ങോട്ടാ കിട്ടാറ്, ഞാൻ അങ്ങോട്ട് തേക്കാറില്ല. ഇതൊരു സോഫ്റ്റ് ഹാർട്ടഡ് ക്യാരക്ടർ ആയിരുന്നു. ഒരു എനിക്കും എന്താ പറയാ, വീട്ടുകാരെ പേടിച്ചൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. ഞാൻ പ്രണയിച്ചിട്ടില്ല ഒന്നുമില്ല, ഞാൻ പ്രേമിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി ഒഴിവാകുന്ന ഒരു ടൈപ്പായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ എന്റെ ഡിസിഷൻ, എന്റെ ഇഷ്ടം ഏതാണ് എനിക്ക് ശരിയെന്ന് തോന്നണം അത് ചെയ്യും. അതെ, ഞാൻ അവര് പറഞ്ഞു തരുമ്പോ അതൊക്കെ ഞാൻ കേൾക്കില്ല എന്നല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടേതായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ. അതെ, നമ്മള് എപ്പോഴും നമ്മൾ ഒരാള് പറയണ കേട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ശരിയായാലും നമുക്ക് നമ്മുടേതായ ഒരു ഡിസിഷൻ വേണം ലൈഫിൽ. എപ്പോഴും എല്ലാരും കൂടെ ഉണ്ടാവണമെന്നില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മളുടെ ഒരു ഡിസിഷനിലും നമ്മൾ തന്നെ തീരുമാനിച്ച് ആലോചിച്ച് നല്ല രീതിക്ക് പോവുക. അത് തന്നെ ശരിയാണ്. അപ്പൊ സോന, നമ്മള് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണല്ലോ. അപ്പൊ സോന നന്നായി പാട്ട് പാടുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഇടയ്ക്കിടയ്ക്ക് പാട്ടിന്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. ഞാൻ പറയാറുണ്ട് സൂപ്പർ പാട്ടാണെന്നൊക്കെ. നമുക്ക് ഓരോ ഓണപ്പാട്ട് പാടിയാലോ? ഓക്കെ. മനസാകി നിലാവ് മലയാള ചൂടിയ മലരോട് പാട്ട്, തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചൂടിയ മലരോട് പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാ
കിനാവ് മലയാള ചുണ്ട് മലരോണ പാട്ട്. ഇത്ര നന്നായിട്ട് പാടിയിട്ടാണോ പാടാറില്ല? അല്ല, എനിക്ക് തൊണ്ടക്കിടക്കൊരു വിള്ളല്. നന്നായിട്ട് പാടിട്ട സോന. ശരിക്കും ഓണം എന്ന് പറയുമ്പോഴല്ല ഇപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴാണ് ഓണം ഇങ്ങനത്തെ തോന്നിയത്. ശരിക്കും ഈ ചെറിയ പാട്ട് പാടിയ മാത്രല്ല, ചെറിയൊരു ഗെയിംസ് കൂടി നമ്മൾ തരുന്നുണ്ട് ഓണവുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ചെയ്താലോ? റെഡിയാണോ? തരാന്നൊക്കെ. അപ്പൊ സോന ഗെയിം റെഡിയാണോ? അപ്പൊ നമ്മളിപ്പോ കുറച്ച് സാധനങ്ങൾ കയ്യിൽ തരും. അപ്പൊ അതെന്താന്ന് പറയണം. ഓക്കെ, കൈ നീട്ടുവന്ന്. എന്താന്ന് പറയും? ഇത് മറ്റേ ജമന്തി. കണ്ടുപിടിച്ചു. ഏത് കളറാന്ന് പറയണം. മണത്ത് നോക്കാൻ പാടില്ല. കളറ് മറ്റേ ഓറഞ്ച് യെല്ലോ അല്ലേ ഉള്ളു. എന്നാലും ഏതെങ്കിലും ഒരു കറക്റ്റ് ആയിട്ട് പറ കളറ്. എന്നാലും ഒരു ഗസ്. എന്തോ കറക്റ്റ്. താഴ്ത്തി കിട്ടോ. അടുത്തത് കൈ നീട്ട്. അത് ഏത് ഫ്ലവറാ? എനിക്ക് അതിന്റെ പേരറിയില്ല. പക്ഷെ ആ മജന്ത കളറുള്ള സാധനമാണോ? മജന്ത ആണെന്ന് തോന്നുന്നത്. മജന്തയാണോ? ഉറപ്പാണോ? ആ, മജന്തയാണല്ലേ? അല്ലേ? ഓർപ്പിച്ച് പറയണേ. മണത്ത് നോക്ക്. എപ്പോ ഏതാന്ന് മനസ്സിലാവും. മണത്ത് നോക്കി. മണം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മണമില്ലാത്ത ഇതിൽ പോവാൻ തോന്നുന്നുണ്ടല്ലേ? എനിക്ക് ആ മജന്തയുടെ ഒരു ഫീൽ. മജന്ത ഉറപ്പാണല്ലേ? ആ, ഓക്കെ. ഡാർക്ക് കളറില്. അല്ല, പക്ഷെ മജന്ത ഇല്ല, വൈറ്റ് കളറിലെ പ്ലാസ്റ്റിക് പൂവാണ്. അയ്യോ. അടുത്തത് പിടിച്ചോ. റോസ് അല്ലേ? ഉറപ്പിച്ചു പറയണം. ആ, റോസാപ്പൂ. ഉറപ്പാണോ? 100%? റോസാപ്പൂ തന്നെ. അടുത്തത് ഇത് കളർ കൂടി പറയണേ. അയ്യോ, ഇതല്ല, ഇത് തരാം. എന്താണ്? പഞ്ഞിയാ? ഇതൊരു പൂവാണ്. ഇങ്ങനെയൊക്കെ പൂവുണ്ടോ? തൊളയൊക്കെ എന്തുവാ? അത് നമ്മള് ബുഷിന്റെ അല്ല, ഒരു പൂവാണ്. ഇങ്ങനെ ഒരു പൂവുണ്ട്. ഇത് പൂ പ്ലാസ്റ്റിക് എന്തോ സാധനം. പഞ്ഞിയാണ്. പഞ്ഞിയാണോ? ആ, എന്നാലും ഒന്നും കൂടി ആലോചിച്ച് നോക്ക്. കുറച്ച് മനസ്സ് ഏകാഗ്രമാക്കി ആലോചിച്ച് നോക്കൂ. എന്നാലും ഒന്ന് ആലോചിച്ചിട്ട് തലയോ ബാക്കോ? പാവക്കുട്ടിയുടെ തലേ ബാക്കല്ലേ? അങ്ങനെയല്ലേ കീച്ചേനൊക്കെ ഉള്ളതിന്റെ? അത് തന്നെ കറക്റ്റാ. കീച്ചേന ആണോ? കറക്റ്റ് അല്ല, ഇത് മൈക്കിന്റെ മറ്റേ എനിക്ക് ഇതേപോലത്തെ സാധനം തന്നെയാ. അവസാനായിട്ട് കൈ എണ്ണിട്ടു കളറ് പറയണം. ഏതാണ് ഫ്ലവർന്നോ അല്ലെങ്കിൽ ഫ്ലവറോ അല്ലെങ്കിൽ മുടിമിടണതാണോന്നോ അല്ലെ പാവക്കുട്ടിയുടെ തലയോ ഒന്നിനായിരിക്കാം. ഇത് മറ്റേ ബൊക്കയിലൊക്കെ വെക്കണ വിടർന്നിരിക്കണ ഒരു പൂവില്ലേ? പേരെന്തായിരുന്നു? പേരെനിക്കറിയാൻ പാടില്ല. ഡാലിയല്ലോ, ലില്ലിയോ? അവസാനമായിട്ട് വേണേ കണ്ണൂർന്ന് നോക്കിക്കോ, അത് നല്ലത്. മറ്റേ ശവത്തിന് വെക്കണോ? ആ, മറ്റേ വെള്ള കളറിലെ പൂ. വെള്ള കളർ. ആ, പേര് പറയും. അതിന്റെ പേര് എനിക്ക് അറിയില്ല. ജമന്തി. ജമന്തിയോ? വെള്ള ജമന്തി ആണല്ലേ? ആ, വിശ്വാസമില്ല. വൈറ്റ് ആണ്. അല്ലേ? വൈറ്റ് ആണോ? ആണ്. ആണല്ലേ? കണ്ണൂർന്ന് നോക്കിക്കോ വേണമെങ്കിൽ. വൈറ്റ് ആണോ? ഇത് എന്റെ കൺമശി. ഇത്രയും സാധനങ്ങൾ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു സോന ഗെയിമൊക്കെ? അടിപൊളി. അല്ല, ആദ്യം വന്ന് പറയണ്ടായിരുന്നു പൂക്കളൊക്കെ അത്തപ്പൂക്കളൊക്കെ ഇടും, പക്ഷെ ഏതാ പേരെന്ന് അറിയില്ല. എനിക്ക് പേരറിയില്ല.
ജമന്തി മഞ്ഞ ജമന്തി രണ്ടെണ്ണം ഉണ്ടല്ലോ അതെനിക്കറിയാം. പിന്നെ മജന്തയുടെ പേരെന്താ? പ്ലാസ്റ്റിക് പൂ പറഞ്ഞിട്ടാണ് ഒരു പിങ്ക് കളർ ഡാർക്ക് മജന്ത അല്ലേ? അതെന്ത് സാധനം? പ്ലാസ്റ്റിക് പൂ. പേര് പറ. പേര് വാടാർമല്ലി. വാടാർമല്ലിയോ? എനിക്കറിയാം. എന്തായാലും ഭയങ്കര എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ സമരം. നമ്മൾ ഇത്രയും മുൻപേ അറിയുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സാറിനോട് സംസാരിക്കും. അപ്പൊ എന്തായാലും ഇനിയും സിനിമകളിലൊക്കെ നല്ല അവസരം ലഭിക്കട്ടെ. സീരിയലുകളിലൊക്കെ എല്ലാവരും പ്രേക്ഷകർക്ക് ഇഷ്ടമായിട്ടുള്ള ക്യാരക്ടർ സിനിമകളിലും സീരിയലും ഇനിയും വിളിക്കണം. അത് നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിലും സീരിയലും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെ നന്ദി. അപ്പൊ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള ഓണൊക്കെ ആയിട്ട്? ഓണമൊക്കെ ഇട്ട് എല്ലാരും എൻജോയ് ചെയ്യുക. അത്തക്കളൊക്കെ ഇട്ട് നിങ്ങളുടെ സദ്യയും കുടുംബത്തോടു കൂടി എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ഓണം. താങ്ക് യു.